ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 40 ശ്ലോകം 9-10. പീതാംബരം കരവിരാജിത ശംഖചക്രകമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 9. ഭയദഘോഷണഭീഷണവിഗ്രഹ ശ്രവണദർശനമോഹിതവല്ലഭേ വൃജപദേ തദുരസ്ഥലങ്കേലനം നനുഭവന്തമഗൃഹണദാലു ഗോപിക. അന്വയം അർത്ഥം. വൃജപദേ ഗോകുലത്തിൽ, ഭയദഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണദർശന മോഹിതവല്ലഭേ, ഭയമുണ്ടാക്കുന്ന ഗർജനത്തിൻ്റെയും ഭയാനകമായ ശരീരത്തിൻ്റെയും യഥാക്രമം ശ്രവണം ദർശനം എന്നിവ കൊണ്ട് വല്ലാതെ പരിഭ്രമിച്ച ഗോപജനങ്ങളോടുകൂടിയിരിക്കുമ്പോൾ ഗോപിക ഗോപസ്ത്രീകൾ തതുരസ്ഥലഹേളനം അവളുടെ മാറിൽ കളിക്കുന്ന ഭവന്തം അങ്ങയെ അഗൃഹണത നനു എടുത്തു. ഹരിയു. സാരം: ഭഗവാന് പലതരം രക്ഷാകർമ്മങ്ങൾ ചെയ്ത ഗോപസ്ത്രീകളുടെ ഭക്തി പ്രശംസനീയം തന്നെ. തൻ്റെ ഭഗവത് ഭക്തിക്ക് തടസ്സമായി നിൽക്കുന്ന രോഗം മാറ്റി തന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഭക്തോത്തമനായ ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 40 ദശകം സമാപ്തം. ഹരിവും. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 10. ഭുവനമംഗളനാമഭിർയേവദേ യുവതിഭിർബഹുധകൃതരക്ഷണ ത്വമയീവാദനികേതനനാഥമാം അംഗദയൻ ഗുരുതാവകസേവകം. അന്വയം അർത്ഥം. ഐ വാദനികേതന, അല്ലയോ ഗുരുവായൂരപ്പ, യുവതിഭി ഗോപ വനിതകളാൽ, തേ അങ്ങയുടെ, ഭുവന മംഗളനാമഭി ലോകത്തിൽ വച്ചേറ്റവും മംഗളകരമായ നാമങ്ങളാൽ തന്നെ, കൃതരക്ഷണ രക്ഷാകർമ്മങ്ങൾ ചെയ്യപ്പെട്ടവനായ, തും അങ്ങ്, മാം എന്നെ, അംഗദൻ രോഗമില്ലാത്തവനാക്കി തീർത്തിരിക്കുന്നവനായി, താവക സേവക അങ്ങയുടെ ഭക്തനാക്കി കുരു തീർത്താലും. ഹരിയു. സാരം: പൂതനയുടെ ഭയങ്കരമായ അലർച്ചയും രൂപവും കേട്ടും കണ്ടും ഭയന്നുപോയ ഗോപന്മാർ എന്തു ചെയ്യണമെന്നറിയാതെ നിന്നുപോയി. പൂതനയുടെ മാറിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനെ ഗോപികമാർ വേഗം തന്നെ ഓടിച്ചെന്ന് എടുത്തു. ഹരിയു.